പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലറിയൻ ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാനെ വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരിയും ഇടവക സമൂഹവും ജൂലൈ 13 ശനിയാഴ്ച രാവിലെ 9 തിരുമുടിക്കുന്ന് ചെറുപുഷ്പ ദേവാലയത്തിലേക്ക് സ്വീകരിക്കുന്നു. തുടർന്ന് ജൂബിലറിയൻ കൃതജ്ഞതാ ബലി അർപ്പിക്കും. പിന്നീട് പാരിഷ് ഹാളിൽ വികാരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന അനുമോദന യോഗത്തിൽ പ്രമുഖ സാംസ്കാരിക ആധ്യാത്മിക നേതാക്കൾ പങ്കെടുക്കും. സുവിശേഷ പ്രഘോഷണം ജീവിതമാക്കിയ സന്യാസ ശ്രേഷ്ഠനാണ് റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ വെല്ലൂരാൻ VC. പണ്ഡിതനായ സുവിശേഷ പ്രഘോഷകൻ, പ്രഗത്ഭനായ വാഗ്മി, മികച്ച സംഘാടകൻ തുടങ്ങിയ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ വെല്ലൂരാൻ VC പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ നിറവിലാണ്. തിരുമുടിക്കുന്നിൽ വെല്ലൂരാൻ ദേവസി റോസി ദമ്പതികളുടെ ഇളയ മകനായി 1949 ജനുവരി 4 ജനിച്ച അദ്ദേഹം വാലുങ്ങാമുറി HMLPS, തിരുമുടിക്കുന്ന് UPS, കൊരട്ടി MAM സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1964 അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ ജോസഫ് തെക്കിനിയത്തിന്റെ കാലത്ത് വൈദികനാകുവാൻ തീരുമാനിച്ച് വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷനിൽ ചേർന്നു. ബ്രഹ്മചര്യം, അനുസരണം, ദാരിദ്ര്യം എന്നിവ ജീവിതവ്രതമാക്കിയെടുത്തുകൊണ്ട് സന്യാസ വൈദികനാകുവാൻ തീരുമാനിച്ച അദ്ദേഹം മംഗലപ്പുഴ, പൂന സെമിനാറുകളിൽ നിന്ന് വൈദിക പഠനം പൂർത്തിയാക്കി. 1974 ഒക്ടോബറിൽ എറണാകുളം അങ്കമാലി സഹായമെത്രാനായിരുന്ന മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരിയുടെ കൈവയ്പ് ശുശ്രൂഷയാൽ പൗരോഹിത്യം സ്വീകരിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ ശങ്കുരിക്കൽ ആയിരുന്നു അന്ന് ഇടവക വികാരി. പിന്നീട് റോമിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ഗോൾഡ് മെഡലോടെ ഡോക്ടറേറ്റ് നേടി. ഭാരതീയ ചിന്താധാരകളെ ക്രൈസ്തവ ദർശനങ്ങളിലൂടെ നോക്കിക്കണ്ടുകൊണ്ട് രൂപപ്പെടുത്തിയതായിരുന്നു അദ്ദേഹം സമർപ്പിച്ച തീസിസ്. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയുമായി തീസിസ് വിഷയങ്ങൾ പങ്കുവച്ചപ്പോൾ പ്രസിഡന്റ് ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ വെല്ലൂരാൻ VCയെ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട്. കേരളത്തിൽ തിരിച്ചുവന്ന അദ്ദേഹം മംഗലപ്പുഴ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അതോടൊപ്പം മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ന് കേരളത്തിലും വിദേശത്തുമുള്ള പ്രഗത്ഭരായ വൈദികർ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായുണ്ട്. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സിൽവർ ജൂബിലി സ്മാരകമായി മാനസിക അസ്വാസ്ഥ്യമുള്ളവർക്കായി മേലൂരിൽ ഒരു ആലയം പ്രവർത്തിച്ചു വരുന്നുണ്ട്. വാർത്താ മാധ്യമ രംഗത്തെ കുതിച്ചുചാട്ടത്തെ മുന്നിൽ കണ്ട് ഡിവൈൻ വിഷൻ എന്ന ദൃശ്യമാധ്യമം സ്ഥാപിക്കുകയും ക്രൈസ്തവ മൂല്യങ്ങളിലൂന്നിക്കൊണ്ട് പ്രോഗ്രാമുകൾ സംപ്രേക്ഷണം ചെയ്യുകയും ചെയ്യുന്നു. ബഹുമുഖ പ്രതിഭയായ ഈ സന്യാസവര്യന്റെ മിഷണറി പ്രവർത്തനം വിശുദ്ധ വിൻസെന്റ് പോളിന്റെ പ്രേഷിത ചൈതന്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു. തുടർച്ചയായി ഇന്ത്യയുടെ വിവിധ ഭാഗത്തും വിദേശത്തും വിവിധ രാജ്യങ്ങളിലും അദ്ദേഹം വചനപ്രഘോഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രീലങ്കയിൽ ധ്യാനകേന്ദ്രത്തിൻ്റെ പുതിയൊരു ശാഖയുടെ നിർമ്മാണത്തിൻ്റെ പണിപ്പുരയിലാണിപ്പോൾ. സന്യാസ ജീവിതത്തിൻ്റെ സുവർണ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന അദ്ദേഹം ജീവിതത്തിൽ 75 വർഷങ്ങൾ പിന്നിടുകയാണ്.